നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, യുവിക, അനോന, സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മരണം ബാക്കി വെച്ച മകന്റെ കൈകളിൽ സമ്മാനം അർപ്പിച്ച് മാതാപിതാക്കൾ. ലൈസൻസ് ടെസ്റ്റ് നിയന്ത്രണം പ്രതിഷേധം കടുത്തതോടെ പിൻവലിച്ചു. ആദിത്യയുടെ വിജയദിനത്തിൽ ക്യാൻസറിനെ കീഴടക്കി സോമനാഥ്. 82 വനിതകളുടെ പരേഡ് ചരിത്രത്തിലേക്ക്. ഇന്ത്യ AI ദൗത്യം 10,371 കോടി രൂപയുടെ പദ്ധതി. സർവമത സമ്മേളന ശതാബ്ദി നിറവിൽ അദ്വൈതാശ്രമം. അധ്യാപകരിൽ 75% വനിതകൾ. ശമ്പള വിതരണം പൂർത്തിയായെന്ന് ധനവകുപ്പ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള 700 കോടി കേന്ദ്രം തരും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മരണം ബാക്കി വെച്ച മകന്റെ കൈകളിൽ സമ്മാനം അർപ്പിച്ച് മാതാപിതാക്കൾ. വിട പറഞ്ഞു പോയ മകൻ സാരംഗിന്റെ കൈകളിലേക്ക് അച്ഛൻ ബിനേഷ് സമ്മാനം നൽകിയത് അവന് പ്രിയപ്പെട്ട ഫുട്ബോളാണ്. അത് കണ്ടു പൊട്ടിക്കരഞ്ഞ് അമ്മ രജിനയും സഹോദരൻ യശ്വന്തും ചേർന്ന് സാരംഗിന്റെ കൈകൾ ചേർത്തു പിടിച്ചു. കണ്ടുനിന്ന നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ളവരും വികാരധീനരായി. ദാനമായി കിട്ടിയ സാരംഗിന്റെ കൈകൾ കൂപ്പിയാണ് ഷിഫിൻ ആ അച്ഛനമ്മമാർക്ക് നന്ദി പറഞ്ഞത്. വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സാരംഗിന്റെ കൈകൾ മരണാനന്തര അവയവദാനത്തിലൂടെ സ്വീകരിച്ച പറവൂർ സ്വദേശി ഷിഫിനെ ആദ്യമായി കാണാനെത്തിയതായിരുന്നു സാരംഗിന്റെ കുടുംബം. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു സംഗമം. 10-ന് തന്റെ 17ാം പിറന്നാൾ ആഘോഷിക്കാൻ സാരംഗില്ലെങ്കിലും ഇന്നലെ എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ചു. ഷിഫിൻ പിറന്നാൾ കേക്ക് മുറിച്ച് സാരംഗിന്റെ മാതാപിതാക്കൾക്ക് നൽകി. തനിക്ക് പൊതുജീവിതം സമ്മാനിച്ച് സാരംഗിന്റെ ചിത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഷിഫിൻ സമ്മാനമായി നൽകിയത്. അവയവദാനത്തെക്കുറിച്ച് സമൂഹത്തിൽ നിരന്തരമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ, ഷിഫിന്റെ അച്ഛൻ ചിന്നപ്പൻ, അമ്മ ഷീല, അപ്പോളോ ടൈൽസ് പ്രതിനിധികളായ G അനിൽകുമാർ, ജോർജ് ഉമ്മൻ, വിജയകുമാർ, വിവിധ ട്രേഡേഴ്സ് സെന്റർ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. കഴിഞ്ഞ മെയ് 17 BR സാരംഗ് വാഹനാപകടത്തിൽ മരിച്ചത്. ലൈസൻസ് ടെസ്റ്റ് നിയന്ത്രണം പ്രതിഷേധം കടുത്തതോടെ പിൻവലിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം കുറച്ചുകൊണ്ട് നിലവാരം കൂട്ടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരീക്ഷണം അപേക്ഷകരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചു. മുന്നറിയിപ്പില്ലാതെ ഓരോ ഓഫീസിലെയും ടെസ്റ്റുകളുടെ എണ്ണം 50 നിജപ്പെടുത്തിയതാണ് എതിർപ്പിനിടയാക്കിയത്. ചില ഓഫീസുകളിൽ 180 പേർക്ക് വരെ ടെസ്റ്റിന് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ടെസ്റ്റിനെത്തിയവർക്ക് അവസരം നിഷേധിച്ചതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. സംസ്ഥാനത്ത് മിക്കയിടത്തും ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഉദ്യോഗസ്ഥരും അപേക്ഷകരുമായി വാക്കേറ്റമുണ്ടായി. വിഷയം വിവാദമാകുന്നത് കണ്ടതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിഷ്കാരം പിൻവലിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ആദിത്യയുടെ വിജയദിനത്തിൽ ക്യാൻസറിനെ കീഴടക്കി സോമനാഥ്. സൂര്യനെ ഉന്നം വെച്ച് ഇന്ത്യയുടെ ആദിത്യ L1ന്റെ കൗണ്ട് ഡൗൺ പുരോഗമിക്കവേ അതിന്റെ തലവനായ ISRO നായകൻ S സോമനാഥിനെ തേടിയെത്തിയത് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്ത. താങ്കൾ ക്യാൻസർ ബാധിതനാണ്. പക്ഷേ അദ്ദേഹം പതറിയില്ല. ഏറ്റെടുത്ത ദൗത്യം മുന്നിൽ നിന്നു തന്നെ നയിച്ചു. അതേ ആത്മവിശ്വാസത്തോടെ രോഗത്തെ നേരിട്ടു. ഉദരത്തിലായിരുന്നു പ്രശ്നം. അന്ന് വൈകിട്ട് തന്നെ ചെന്നൈയിൽ എത്തി ചികിത്സ തേടി. കീമോതെറാപ്പി ചെയ്തു. ശസ്ത്രക്രിയയും നടത്തി. 4 ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. 5-ാം ദിവസം തിരികെ ജോലിയിൽ പ്രവേശിച്ചു. തുടർ ചെക്കപ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും രോഗത്തെ അതിജീവിക്കാമെന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്യത്തിന്റെ നിർണായക മുഹൂർത്തത്തിൽ വ്യക്തിപരമായി തനിക്ക് നേരിട്ട വെല്ലുവിളി വെളിപ്പെടുത്തിയത്. 82 വനിതകളുടെ പരേഡ് ചരിത്രത്തിലേക്കാണ് 82 വനിതകൾ ഇന്നലെ പരേഡ് നടത്തിയത്. സംസ്ഥാനത്തെ അഗ്നിരക്ഷാസേനയുടെ ആദ്യ വനിതാ ഓഫീസർ ബാച്ച് അംഗങ്ങളാണ് അവർ. 3 ബാച്ചുകളായാണ് ഇവരുടെ പരിശീലനം നടന്നത്. തൃശൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ 6 മാസം പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾ ഇനി വിവിധ സ്റ്റേഷനുകളിൽ 6 മാസം പരിശീലനം തുടരും. വനിതകൾക്ക് അപ്രാപ്യമായ ഒരു മേഖലയുമില്ലെന്ന് കേരളം തെളിയിക്കുന്നു എന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
ബാച്ചിൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർ 26 പേരും ബിരുദം 50, ബിടെക് 4, ഡിപ്ലോമ 2 എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇന്ത്യ AI ദൗത്യം 10,371 കോടി രൂപയുടെ പദ്ധതി. നിർമ്മിത ബുദ്ധി AI മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 10,371 കോടി രൂപയുടെ വിപുലമായ പദ്ധതിക്ക് വെള്ളിയാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. നിർമ്മിത ബുദ്ധി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക, ഇന്ത്യക്കായി നിർമ്മിത ബുദ്ധി പ്രവർത്തിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സമഗ്രമായ ദേശീയതല ഇന്ത്യ AI മിഷന് രൂപം നൽകിയിരിക്കുന്നത്. സർവമത സമ്മേളന ശതാബ്ദി നിറവിൽ അദ്വൈതാശ്രമം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശമുയർത്തി ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന് ശതാബ്ദി നിറവ്. 1924 ശിവരാത്രി നാളിൽ നടന്ന സമ്മേളനം ലോകത്തെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായിരുന്നു. 101ാമത് സർവമത സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരിൽ 75% വനിതകൾ. സംസ്ഥാനത്തെ എല്ലാ സിലബസിലും പെട്ട വിദ്യാലയങ്ങളിലെ 2.5 ലക്ഷത്തിലേറെ അധ്യാപകരിൽ 3/4 പങ്കും വനിതകൾ. അങ്കണവാടികളിലും പ്രീ പ്രൈമറികളിലുമാകട്ടെ 3/4 ലക്ഷത്തോളം വരുന്ന താൽക്കാലിക ജീവനക്കാർ മുഴുവൻ വനിതകൾ. ഈ പെൺകരുത്തിലും മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളം. സംസ്ഥാനത്ത് കേരള സിലബസ് പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വരെയുള്ള 15,036 സ്കൂളുകളിലായി 1,87,500 സ്ഥിരം അധ്യാപകരാണുള്ളത്. ഇതിൽ 1,39,420 പേരും വനിതകൾ. 74.35 10,000-ഓളം ദിവസ വേതനക്കാരായ താൽക്കാലിക അധ്യാപകരിലും 3/4 പങ്കോളം വനിതകൾ. അതേസമയം വിദ്യാർത്ഥികൾ 49.05 ആണ് പെൺകുട്ടികൾ. ഇതര സിലബസ് സ്കൂളിലെ അധ്യാപകരുടെ കൃത്യമായ കണക്കില്ലെങ്കിലും കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ 1367 CBSE സ്കൂളുകളിലും 167 SCA സ്കൂളുകളിലുമായി 60,000-ന് മുകളിൽ അധ്യാപകരുണ്ടെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകുന്ന കണക്ക്. ഇതിലും 8% സ്ത്രീകൾ തന്നെ. പക്ഷേ കൃത്യമായ സേവന വേതന വ്യവസ്ഥകളില്ലാത്തതിനാൽ സ്വകാര്യ സ്കൂളുകളിൽ തൊഴിൽ ചൂഷണം രൂക്ഷമാണെന്ന പരാതിയും വ്യാപകമാണ്. ശമ്പള വിതരണം പൂർത്തിയായെന്ന് ധനവകുപ്പ്. വൈകിയ ശമ്പള വിതരണം പൂർത്തിയായെന്ന് ധനവകുപ്പ് അറിയിച്ചു. പ്രധാനമായും ആരോഗ്യം, വിദ്യാഭ്യാസ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളമാണ് വ്യാഴാഴ്ച വരെ നൽകാനുണ്ടായിരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഇവർക്കും ശമ്പളം എത്തിക്കാനായതായി അധികൃതർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള 700 കോടി കേന്ദ്രം തരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഗുണനിലവാരമുയർത്താനുമുള്ള പദ്ധതികൾക്ക് 700 കോടിയുടെ സഹായം കേരളത്തിന് നഷ്ടമാവില്ല. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം കാരണം PM ഉഷയിൽ അപേക്ഷ നൽകാൻ കേരളത്തിന് നേരത്തെ അവസരം നൽകിയിരുന്നില്ല. ചൊവ്വാഴ്ച കേരളത്തിനായി പോർട്ടൽ തുറന്നുകൊടുത്തു. സർവകലാശാലകൾ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ എന്നിവയ്ക്ക് കേന്ദ്ര സഹായത്തിന് അപേക്ഷിക്കാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മരണം ബാക്കി വെച്ച മകന്റെ കൈകളിൽ സമ്മാനമർപ്പിച്ച് മാതാപിതാക്കൾ. ലൈസൻസ് ടെസ്റ്റ് നിയന്ത്രണം പ്രതിഷേധം കടുത്തതോടെ പിൻവലിച്ചു. ആദിത്യയുടെ വിജയദിനത്തിൽ ക്യാൻസറിനെ കീഴടക്കി സോമനാഥ്. 82 വനിതകളുടെ പരേഡ് ചരിത്രത്തിലേക്ക്. ഇന്ത്യ AI ദൗത്യം 10,371 കോടി രൂപയുടെ പദ്ധതി. സർവമത സമ്മേളന ശതാബ്ദി നിറവിൽ അദ്വൈതാശ്രമം. അധ്യാപകരിൽ 75% വനിതകൾ. ശമ്പള വിതരണം പൂർത്തിയായെന്ന് ധനവകുപ്പ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള 700 കോടി കേന്ദ്രം തരും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 134ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് D ഡിവിഷനിലെ അഗ്നിജ, അഗ്നിമ. ഇരുവർക്കും ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 134ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാര്? ഉത്തരം VD സതീശൻ.
പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. അമ്മയുടെ എഴുത്തുകൾ ആരുടെ കവിതയാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അറിവിന്റെ ലോകം പരിപാടിയിൽ കവി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ ആസ്വാദനം അവതരിപ്പിക്കുന്നത് അനോന. ആദിമ മനുഷ്യൻ ജലത്തിന്റെ നിത്യസ്ഥാനങ്ങൾ സ്പർശിച്ചതുപോലെ ജീവിത സത്യങ്ങളുടെ നിത്യസ്ഥാനങ്ങളെ സ്പർശിച്ചുണർത്തിയ കവിയാണ് വി മധുസൂദനൻ നായർ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത മാതൃകത്വത്തിൻ്റെ പ്രാധാന്യവും മാതൃഭാഷയുടെ മഹത്വവും പാരമ്പര്യവും വിളിച്ചോതുന്നതാണ്. അമ്മയുടെ എഴുത്തുകൾ പകർന്നു നൽകുന്ന നിരവധി സംഗതികൾ കവി വ്യക്തമാക്കുന്നു. ഇവ കൗതുകമുള്ളതും കവിയോട് സംസാരിക്കുന്നവയുമാണ്. അമ്മയുടേതായ സ്നേഹവും ഉത്കണ്ഠയും സരോപദേശങ്ങളും വേദനകളും പ്രാർത്ഥനയും നാമസങ്കീർത്തനങ്ങളും നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കങ്ങളും മരുന്നുകുറിപ്പുകളും നാദമായി വന്ന് കവിയുടെ നാവിലെ തേനായി പിന്നീട് നാഫിയിൽ സ്പന്ദിച്ച് ജീവാംശമായി മാറുന്നു. അനുഭവങ്ങളെ ശക്തമായി ആവിഷ്കരിക്കുമ്പോൾ അമ്മയ്ക്കു സമാനമായ വൈകാരിക തീവ്രത വാക്കുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു. അമ്മയുടെ എഴുത്തുകൾക്ക് ഓരോന്നിനും ഓരോ മൊഴിച്ചന്തമെന്ന് കവി അഭിപ്രായപ്പെടുന്നു. ഓരോ മൊഴിയും അമ്മയെന്ന മാതൃഭാഷയുടെ നേരിൻ്റെ ഈണവും താളവും ഇമ്പവും മാതൃഭാഷയ്ക്കു മാത്രം തരാൻ കഴിയുന്നതുമായ ഒന്നാണ്. മാതൃഭാഷ മാതൃകത്വത്തിൻ്റെ സ്പർശാനുഭവം. അമ്മയുടെ സമ്മാനങ്ങളാണവ. അവയൊക്കെ നമ്മുടേതു തന്നെ ആയിരിക്കട്ടെ എന്നും വിദേശത്തു നിർമ്മിച്ച അമ്മ, അതായത് ഇംഗ്ലീഷ് ഭാഷ ആതിഥേയം അരുളാനുമുള്ളതു മാത്രമാണെന്നും കവിഭാഷ്യം. മാതൃഭാഷയാകുന്ന അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചു കളഞ്ഞ് പോയ കാലത്തിൻ്റെ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലവും കൂടി നാം മറന്നു തുടങ്ങിയിരിക്കുന്നു. അമ്മയുമായുള്ള വൈകാരിക ബന്ധം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടി നമുക്കിവിടെ വായിക്കാം. അങ്ങനെയാണെങ്കിലും കവിക്ക് അമ്മ ഒരു ഓർമ്മയാണ്. അത് ആദിമ സംഗീതമായി കവിയെ ഉണർത്തുന്നു. മാതൃഭാഷയിലുള്ള അമ്മയുടെ എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എന്നും കവി എടുത്തു പറയുന്നു. അപ്പോഴും നമ്മുടേതായതൊക്കെയും മായുമെന്നും ആ പാരമ്പര്യം അവരുടെ നാവുകളിലൂടെ ചൊല്ലുകളായി ഉയർക്കുമെന്നും നാളത്തെ തലമുറ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും അറിയാതെ വളരുമോ എന്നും ചോദിക്കുന്നു. അമ്മ ആരാണെന്നും മാതൃഭാഷയുടെ തനിമയും ഈണവും ഉച്ചാരണവും എങ്ങനെയെന്നും കവിത മനഃപ്പാടമാക്കുന്നതെങ്ങനെയെന്നും മാതൃഭാഷയാകുന്ന തായ്മനസ്സിൻ്റെ തുടുപ്പുകൾ എന്തെന്നും മലയാള ഭാഷയുടെ പിറവി എങ്ങനെയെന്നും വരും തലമുറ ചോദിക്കുമോ എന്ന് കവി ആകുലപ്പെടുന്നു. അമ്മയും മകനും പുതുതലമുറയും അടങ്ങുന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന വൈകാരിക മാറ്റം അമ്മയുടെ എഴുത്തുകളിലൂടെ ആവിഷ്കരിക്കുന്നു. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.